ശരിക്കും നജീബിൽ നാദിറ ഉണ്ടെന്ന് മനസ്സിലാക്കിയൊരു മൊമെന്റ് എപ്പോഴായിരുന്നു? വീട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും ഞങ്ങൾ അറിഞ്ഞില്ല നാദിറ ഇതേപോലെ എങ്ങനെയൊക്കെ കോളേജിലും സ്കൂളിലെ പേരും പറഞ്ഞിട്ട് ആൾ പുറത്ത് പോകാറുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ ട്രാൻസ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ നോക്കുമ്പോൾ ആൾ പുറത്ത് പഠിക്കാൻ പോകുന്നു വരുന്നു, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഫാമിലിയിൽ നിന്ന് ആരോ ഒരാൾ ഇതേപോലെ കണ്ടിട്ട് വന്ന് പറയുമ്പോഴാണ് ഞങ്ങളും കാര്യം അറിയുന്നത്. നാദിറ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് 18 വയസ്സുള്ളപ്പോഴാണ്. ഇറങ്ങുമ്പോഴും അവനായിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ അവിടെ പോയി ഒരു 1.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നജീബ് നാദിറയിലേക്ക് ആകുന്നത്. വീട്ടിലേക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നല്ല, വീട് വിട്ട് പോയ സമയത്ത് ആള് 2-3 തവണ എന്നെയും ഉമ്മാനെയും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഇതേപോലെ എവിടെയും പാരകൾ കുറച്ച് കാണുമല്ലോ, അത് ആള് പിന്നെ വാപ്പാനോട് പറയും. വാപ്പ പിന്നെ അതിനെ കുറച്ചും കൂടി വഴക്കിലേക്ക് പോവുകയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആള് വരരുത് എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയപ്പോൾ പിന്നെ വന്നിട്ടില്ല അങ്ങോട്ടേക്ക്. വീട്ടിൽ നിന്ന് പോകുമ്പോഴും ഇതേപോലെ ചെറിയ പ്രോബ്ലംസ് ഒക്കെ കൊണ്ട് തന്നെയാണ് വീട്ടിൽ നിന്ന് ആൾ ഇറങ്ങുന്നതും. വാപ്പായും മോനായിട്ട് അടിയുണ്ടായിട്ടൊക്കെ ഇറങ്ങുന്നതാണ്. അപ്പോൾ നമുക്കും അറിയില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത്. എല്ലാവരും പ്രണയം പോലെ തന്നെ പ്രണയം ഉണ്ടായിരുന്നു, വഴക്കുണ്ടായിരുന്നു, അവർക്കിടയിൽ ബ്രേക്കപ്പ് ഉണ്ടായിരുന്നു, പിന്നെയും അവരൊന്നിച്ചു. അതൊക്കെ തന്നെയാണ് എല്ലാവരുടെ പ്രണയം പോലെ തന്നെയാണ് അവരുടെയും. പിന്നെ അതൊരു സമയത്ത് ഇപ്പോൾ ബ്രേക്കപ്പായി രണ്ടാളും. അത് നാദിറയുടെ കുട്ടിക്കാലം എനിക്കറിയില്ല, ഉമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആൾക്ക് ഈ ഫ്രോക്ക് അങ്ങനത്തെ ഡ്രസ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബോയ്സ് ആൺകുട്ടികളാകുമ്പോഴത്തേക്കും കൂടുതലും കാറ് അങ്ങനത്തെ ഇതിനോടല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം. നാദിറ എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്ക് പാവക്കുട്ടി, ഡോൾ അങ്ങനത്തെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്ക് ഒരു സിസ്റ്റർ ഉണ്ട്, ആൾക്ക് വാങ്ങുന്ന ഡ്രസ്സ് ഫ്രോക്ക് ടൈപ്പ് ഓഫ് ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ആൾക്ക് അത് ഇട്ട് നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഉമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആരെന്ത് പറഞ്ഞാലും കാര്യം മാത്രം ചെയ്യുക, അല്ലെങ്കിൽ അതിന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനൊക്കെ പേടിക്കുന്ന ഒരാളെ ആയിരുന്നു നജീബ്. ഇന്ന് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഒരു സ്ട്രോങ് ലേഡി അവൾ തന്നെയാണ്. തീർച്ചയായും ഉറപ്പായിട്ട് ഞാൻ അത് പറയാണ്. എവിടെയായാലും ഞാൻ പറയും, അത്രയ്ക്കും ആൾ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്, ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. എപ്പോഴും കണ്ണീരും ഒക്കെ ആണ് ആളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ബിഗ് ബോസിൽ നിന്ന് കോൾ വന്ന സമയത്ത് എല്ലാവരുടെ ഫാമിലി പോകുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ആ വീട്ടിൽ സംസാരിച്ചു. എല്ലാവരുടെ ഫാമിലി പോകുമ്പോൾ നാദിറ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല വാപ്പാന്ന് ഞാൻ വാപ്പാനോട് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറേ സംസാരിച്ചു, വീട്ടിൽ സംസാരിച്ചിട്ടാണ് ലാസ്റ്റാണ് ഈ ഒരു തീരുമാനം എടുത്തത്, ഞാൻ പോകാമെന്നുള്ളത്. ബിഗ് ബോസിനകത്ത് നാദിറയ്ക്ക് ശേഷം ഇഷ്ടമായിരുന്നു? നാദിറയ്ക്ക് ശേഷം എനിക്കിഷ്ടം അഖിലേട്ടനെയാണ്. ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജുനീസൊക്കെ എന്നോട് ഇതേപോലെ ചോദിച്ചു, നാദിറനെ കൂടാതെ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അഖിലേട്ടനെയാണ്. നമസ്കാരം, മഴവിൽ കേരളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നത് നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് നാദിറയുടെ സ്വന്തം അനിയത്തിക്കുട്ടി ഷഹനാസ് ആണ്. ഷഹനാസ് നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖം. ഭയങ്കര ഞെട്ടിക്കുന്ന ഒരു എൻട്രി ഒക്കെ ആയിരുന്നല്ലോ ബിഗ് ബോസ് വീട്ടിലോട്ട്. എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി വന്നത്? എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നാദിറയ്ക്ക് അറിയില്ലല്ലോ ഞാൻ ഇങ്ങനെ പോകുന്ന ഒരു കാര്യം. ആളൊട്ടും ചിന്തിച്ചിട്ടുണ്ടാവില്ല. വാപ്പാരുടെ സ്വഭാവം വെച്ച് വാപ്പനെ അങ്ങനെ വിടുന്ന ഒരാളല്ല. അപ്പോൾ ഇങ്ങനെ പോവുക ആൾക്ക് ഭയങ്കര ഞെട്ടിക്കുന്ന ഒരു അനുഭവം തന്നെ ആയിരിക്കും എന്നുള്ളത് ഉറപ്പുണ്ടായിരുന്നു എനിക്ക് പോകുമ്പോൾ. പിന്നെ അത് എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു, അത് ബിഗ് ബോസ് ഹൗസിലേക്ക്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു അതിനുള്ളിൽ. എത്ര നാൾക്ക് ശേഷമാണ് നാദിറയെ പിന്നെ മീറ്റ് ചെയ്തത്? ഞങ്ങള് വീട്ടില് സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന പേരിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ പുറത്ത് മീറ്റ് ചെയ്യാറുണ്ട്. ഞാനും ആളും പുറത്ത് മീറ്റ് ചെയ്യാറുണ്ട്. ശരിക്കും നാദിറയുടെ ഈ നജീബിൽ നിന്നുള്ള നാദിറയായ ഒരു ജേർണി ഉണ്ടായിരുന്നല്ലോ, അതെങ്ങനെയാണ് ഷഹനാസിന്റെ ഓർമ്മയിൽ എങ്ങനെയാണ് ഷഹനാസിന് പറയാൻ പറ്റുക? ഇപ്പോഴും ഞാൻ നാദിറ എന്നല്ല നജീബ് എന്ന് തന്നെയാണ് എവിടെയും പെട്ടെന്ന് അവൻ എന്നൊക്കെ തന്നെയാണ് കൂടുതലും വിളിക്കാറ്. കാരണം അറിയാലോ, ഞങ്ങള് ഫസ്റ്റ് ടൈം തൊട്ട് പെട്ടെന്ന് നാദിറയാകുമ്പോഴും നജീബ് എന്ന ഒരാളിലേക്ക് നജീബ് എന്ന ഒരാളിൽ നിന്ന് നാദിറയിലേക്ക് മാറുമ്പോഴത്തേക്കും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് ഓക്കെ ആയിരുന്നു. പേരൻസിനെ വെച്ച് നോക്കണമെങ്കിൽ ഞാനായിരുന്നു ആൾക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നത്. ആള് എന്ത് ഡ്രസ്സ് ഇട്ടാലും എങ്ങനത്തെ ഹെയർ സ്റ്റൈൽ ചെയ്താലും മേക്കപ്പ് ചെയ്താലും ഞാൻ പറയും അടിപൊളി, നല്ല ദിവസം ഞാൻ ഫുൾ സപ്പോർട്ടായിരുന്നു ആൾക്ക്. എങ്കിലും ഇപ്പോഴും എവിടെ പോയാലും ഞാൻ എടാ, അവൻ, നജീബ് എന്നൊക്കെ തന്നെയാണ് ഞാനും വിളിക്കാറുള്ളത്. ആ ഒരു കാര്യത്തിൽ മാത്രം എനിക്കിപ്പോൾ നാദിറ എന്ന് വിളിക്കുന്നതിൽ കൂടുതൽ ഞാൻ നജീബ് തന്നെയാണ് വിളിക്കുന്നത്. പക്ഷെ ആളുടെ ഒരു കാര്യം വരുമ്പോഴത്തേക്കും ഞാൻ ഫുൾ സപ്പോർട്ടാണ്. എന്ത് ചെയ്താലും ഞാൻ ആളുടെ അടുത്ത് പറയും അടിപൊളി, നീ ചെയ്തോ, നിനക്ക് എന്താ തോന്നണേ അത് നീ ചെയ്തോ. കാരണം ഇത് അവൻ്റെ ലൈഫാണ്, അവൻ്റെ ഇഷ്ടങ്ങളാണ്. അപ്പം എന്തായാലും ഞാൻ കൂടെ ഉണ്ടെന്നുള്ളത് ആൾക്ക് ഞാൻ ആദ്യമേ ഉറപ്പ് കൊടുത്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.
ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് പോയെന്ന് പറഞ്ഞല്ലോ, അതിനുശേഷം പിന്നെ വീട്ടിലേക്ക് ഇതുവരെ വന്നിട്ടില്ല അല്ലെ? വീട്ടിലേക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നല്ല, വീട് വിട്ട് പോയ സമയത്ത് ആള് 2-3 തവണ എന്നെയും ഉമ്മാനെയും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഇതേപോലെ എവിടെയും പാരകൾ കുറച്ച് കാണുമല്ലോ, അത് ആള് പിന്നെ വാപ്പാനോട് പറയും. വാപ്പ പിന്നെ അതിനെ കുറച്ചും കൂടി വഴക്കിലേക്ക് പോവുകയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആള് വരരുത് എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയപ്പോൾ പിന്നെ വന്നിട്ടില്ല അങ്ങോട്ടേക്ക്. വന്നിട്ടുണ്ടായിരുന്നു, ആരും കാണാണ്ട് ഉമ്മായം കാണാൻ എന്നെ കാണാനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ വാപ്പ പറഞ്ഞതിന് ശേഷം പിന്നെ വന്നിട്ടില്ല ആള്. നാദ്രയുടെ സർജറി കഴിഞ്ഞായിരുന്നോ? നാദ്രയുടെ സർജറി ഫുള്ളും കഴിഞ്ഞിട്ടില്ല. ആ പ്രോസസ് ഓൺ ദ ഓക്കെ. ഹോർമോണൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെയാണോ എടുക്കുന്നത്? എങ്ങനെയാണ് അതിന്റെ ഒരു? അതിനെപ്പറ്റി എനിക്കും വലിയ ധാരണയില്ല. ആള് ഫുൾ കഴിഞ്ഞിട്ടില്ല എന്നുള്ള, സർജറി കഴിഞ്ഞിട്ടില്ല ഫുൾ. ശരിക്കും നജീബിൽ നാദ്ര ഉണ്ടെന്ന് മനസ്സിലാക്കിയൊരു മൊമെന്റ് എപ്പോഴായിരുന്നു? നമ്മളോ? വീട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും ഞങ്ങൾ അറിഞ്ഞില്ല നാദ്ര ഇതേപോലെ എങ്ങനെയൊക്കെ കോളേജിലും സ്കൂളിലെ പേരും പറഞ്ഞിട്ട് ആൾ പുറത്ത് പോകാറുണ്ട്. ഇങ്ങനെ ആളുകൾ ട്രാൻസ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ നോക്കുമ്പോൾ ആൾ പുറത്ത് പഠിക്കാൻ പോകുന്നു, വരുന്നു, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഫാമിലിയിൽ നിന്ന് ആരോ ഒരാൾ ഇതേപോലെ കണ്ടിട്ട് വന്ന് പറയുമ്പോഴാണ് ഞങ്ങളും കാര്യം അറിയുന്നത്. അങ്ങനെയാണ് തോന്നുന്നു ഒരു പ്രോബ്ലംസ് ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ആൾ വീട്ടിൽ നിന്ന് പോകുമ്പോഴും നജീബട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ പോയി കഴിഞ്ഞിട്ടാണ് ആൾ നാദ്രയിലേക്ക് മാറിയത്. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ട്രാൻസ്ജെൻഡേഴ്സിന് അവരെ അവൾ എന്നല്ലെങ്കിൽ അങ്ങനെ സംബോധന ചെയ്യുന്നതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷെ നാദ്രയിൽ ഞാൻ കണ്ടത്, നാദ്ര എപ്പോഴും ഞാൻ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് ഷഹനാസിന് തോന്നുന്നത്? എന്നോടും പറഞ്ഞിട്ടുണ്ട്, പലയിടത്തും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആൾക്ക് അവൾ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയുന്നതാണ് ആൾക്ക് കൂടുതൽ ഇഷ്ടം. പറഞ്ഞിട്ടുണ്ട് ആളത്. എനിക്ക് ട്രാൻസ് എന്ന് കേൾക്കുന്നത് തന്നെയാണ് കൂടുതൽ ഇഷ്ടം. അവൾ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണ്, അല്ലെങ്കിൽ അവളൊരു ട്രാൻസ് വുമൺ ആണെന്ന് പറയുന്നത് കേൾക്കുന്നതാണ് ആൾക്ക് കൂടുതലും ഇഷ്ടം. എങ്ങനെയാണ് ഇപ്പം എപ്പോഴാണ് നജീബ് ഈ ട്രാൻസ്ഫോർമേഷനിലേക്കൊക്കെ മാറിയതൊക്കെ? നാദ്ര വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് 18 വയസ്സുള്ളപ്പോഴാണ്. ഇറങ്ങുമ്പോഴും അവനായിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ അവിടെ പോയി ഒരു 1.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നജീബ് നാദ്രയിലേക്ക് ആകുന്നത്. ഒരു 18 വയസ്സുള്ളപ്പോഴാണ്, ഡിഗ്രി പഠിക്കുമ്പോഴാണ് ആൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത്. ഷഹനാസ് ആ വീട്ടിൽ പോയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ് ലേഡി. ഉറപ്പായും തീർച്ചയായും. കാരണം എനിക്ക് നജീബിനെ വളരെ നന്നായിട്ട് അറിയാം. ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാപ്പ എന്ത് പറഞ്ഞാലും ഉമ്മ എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെന്ത് പറഞ്ഞാലും അതൊക്കെ കേട്ടിട്ട് അതിനെ ഒന്ന് ഫേസ് ചെയ്യാൻ ഭയങ്കര പേടിക്കുന്ന ഒരാളാണ്. എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു നജീബിനെയാണ് എനിക്ക് അറിയാമെന്നുള്ളത്. ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് അങ്ങനെ ഒരു നജീബിനെ എനിക്കറിയൂ. ആരെന്ത് പറഞ്ഞാലും കരയാൻ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ അതിന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനൊക്കെ പേടിക്കുന്ന ഒരാൾ ആയിരുന്നു നജീബ്. ഇന്ന് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഒരു സ്ട്രോങ് ലേഡി അവൾ തന്നെയാണ്. തീർച്ചയായും ഉറപ്പായിട്ട് ഞാൻ അത് പറയാണ്. എവിടെയായാലും ഞാൻ പറയും, അത്രയ്ക്കും ആൾ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്, ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. എപ്പോഴും കണ്ണീരും ഒക്കെ ആണ് ആളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഇന്നാള് ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ടെങ്കിലും ആളുടെ ഹാർഡ് വർക്കും ആളുടെ കഷ്ടപ്പാടും ഒറ്റയ്ക്ക് തന്നെയാണ് ഇതുവരെയും എത്തിയിട്ടുള്ളത്. ഈ വീട്ടിൽ നിന്ന് പോകുമ്പോഴും ആൾ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ ഒരു നിമിഷം വരെയും ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ആളുടെ മാത്രം എഫേർട്ട് വെച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ട് തന്നെയാണ്. കാരണം എനിക്കറിയാവുന്ന നജീബ് എപ്പോഴും കരയുക, ചിരിക്കലൊക്കെ ഭയങ്കര കുറവാണ്. ആള് എപ്പോഴും കരയുക, വാപ്പ ഇങ്ങനെ വരുന്നു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നു, അതിനെ ഫേസ് ചെയ്യാൻ മടിക്കുന്ന, എപ്പോഴും കരയാൻ മാത്രം ചെയ്യുന്ന ഒരു നജീബിനെയാണ് എനിക്കറിയാവുന്നത്. ഇന്ന് ആൾ ഇത്രയും വലുതായിട്ടുണ്ടെങ്കിൽ, ഇത്രയും സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ആളുടെ മാത്രം ഹാർഡ് വർക്ക് കൊണ്ട് തന്നെയാണ്. നാദ്രയ്ക്ക് പ്രണയമൊക്കെ ഉണ്ടായിരുന്നു അതിന് മുന്നേ? നാദ്രയ്ക്ക് പ്രണയം ഉണ്ടായിരുന്നു. നാദ്ര അതിന് ശേഷം ഉണ്ടായിരുന്നു പ്രണയം. എല്ലാവരും പ്രണയം പോലെ തന്നെ പ്രണയം ഉണ്ടായിരുന്നു, വഴക്കുണ്ടായിരുന്നു, അവർക്കിടയിൽ ബ്രേക്കപ്പ് ഉണ്ടായിരുന്നു, പിന്നെയും അവരൊന്നിച്ചു. അതൊക്കെ തന്നെയാണ് എല്ലാവരുടെ പ്രണയം പോലെ തന്നെയാണ് അവരുടെയും. പിന്നെ അതൊരു സമയത്ത് ഇപ്പൊ ബ്രേക്കപ്പായി രണ്ടാളും. അത് ബ്രേക്കപ്പ് ആയതിനു ശേഷമല്ലേ ബിഗ് ബോസിലേക്ക് പോയത്? ബ്രേക്കപ്പായി 1-2 ഇയർ കഴിഞ്ഞു. ഓക്കെ. ശരിക്കും നാദ്രയുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു? നാദ്രയുടെ കുട്ടിക്കാലം എനിക്കറിയില്ല, ഉമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആൾക്ക് ഈ
ഫ്രോക്ക് അങ്ങനത്തെ ഡ്രസ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബോയ്സ് ആൺകുട്ടികളാകുമ്പോഴത്തേക്കും കൂടുതലും കാറ് അങ്ങനത്തെ ഇതിനോടല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം. നാദ്ര എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്ക് പാവക്കുട്ടി, ഡോൾ അങ്ങനത്തെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്ക് ഒരു സിസ്റ്റർ ഉണ്ട്, ആൾക്ക് വാങ്ങുന്ന ഡ്രസ്സ് ഫ്രോക്ക് ടൈപ്പ് ഓഫ് ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ആൾക്ക് അത് ഇട്ട് നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഉമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിരിക്കുക, അറിയില്ല എന്താണെന്നുള്ളത്. അന്നൊരു തുടക്കമായിരുന്നിട്ടുണ്ടാവാം ഇത്. അത് ഏകദേശം എത്ര ഏജ് ഉള്ളപ്പോഴാണ് രണ്ടും? അയ്യോ, അത് ഭയങ്കര തീരെ ചെറുതായിരുന്ന സമയത്താ. ഒരു 4-5 വയസ്സുള്ളപ്പോഴായിരിക്കും. ഈ പറഞ്ഞ പോലെ നാദർ തന്നെ ഓപ്പൺ ആയിട്ട് ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ട് സ്കൂളിൽ നിന്നൊക്കെ ഒരുപാട് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഡിസ്കസ് ചെയ്യും അങ്ങനെ എന്തെങ്കിലും? വീട്ടില് ആള് അങ്ങനെ ഇന്ന സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ ആള് ഭയങ്കര മടിക്കുന്നവരാ. ഞാൻ പറഞ്ഞില്ലേ, എന്തുണ്ടെങ്കിലും സ്വയം തന്നെ വേദനിച്ചിട്ട് സ്വയം തന്നെ കരഞ്ഞു തീർക്കുന്ന ഒരാളാണ്. വീട്ടില് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക, അങ്ങനെ ആ ഒരു ഇത് ആളല്ല ആള്. എന്തുണ്ടെങ്കിലും ആളെന്നെ കരഞ്ഞിട്ട് മിണ്ടാതിരിക്കുക, സൈഡിലേക്ക് മാറി നിൽക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് തന്നെ കേട്ടോണ്ട് നിൽക്കുക, അങ്ങനത്തെ ഒരാളാണ്. വീട്ടിൽ ഒന്നും പറയാറില്ല, ഒന്നും ഷെയർ ചെയ്യാറില്ല. ഞങ്ങൾ ഇതേപോലെ പല ഇന്റർവ്യൂസിലും ഈ ബിഗ് ബോസിലൊക്കെ കയറുമ്പോഴാണ് പലതും അറിയണം ഇതേപോലത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്. ആളങ്ങനെ വീട്ടിലൊന്നും പറയാറില്ല. സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളോ ഒന്നും വീട്ടിൽ പറയാറില്ല. റിലേറ്റീവ്സിന്റെ ഒക്കെ ഒരു രീതി, ഇത് മനോഭാവം എങ്ങനെയായിരുന്നു ഇതിനോട്? എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവർക്കും ആളെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ ആയതുകൊണ്ട് മാറ്റി നിർത്താൻ അങ്ങനെ ഉണ്ടായിട്ടില്ല ഇതുവരെ. എപ്പോഴും അന്നത്തെ നജീവിനെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും എല്ലാവരും സ്നേഹിക്കുന്നത്. ആ ഒരു സ്നേഹത്തിൽ ഒരു വിള്ളൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അങ്ങനത്തെ സ്നേഹം കരുതലും കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് പോകേണ്ട ഒരു സിറ്റുവേഷൻ എല്ലാം ഒരു ഇങ്ങനെയൊക്കെ വരാൻ ചിലപ്പോ വന്ന് പടച്ചോൻ കണ്ടിട്ടുണ്ടാവും, പറയാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് പോകുമ്പോഴും ഇതേപോലെ ചെറിയ പ്രോബ്ലംസ് ഒക്കെ കൊണ്ട് തന്നെയാണ് വീട്ടിൽ നിന്ന് ആൾ ഇറങ്ങുന്നതും വാപ്പായും മോനുമായിട്ട് അടിയുണ്ടായിട്ടൊക്കെ ഇറങ്ങുന്നതാണ്. അപ്പോൾ നമുക്കും അറിയില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത്. ഷൈനാസിനോട് എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ വിഷമങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു നാദിറ? ഇപ്പൊ വെച്ച് നോക്കണമെങ്കിൽ പണ്ട് ഒന്നും പറഞ്ഞിട്ടേ ഇല്ല. ഇപ്പൊ എല്ലാം പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ പണ്ട് വെച്ച് നോക്കണമെങ്കിൽ ചെറുതിലെ അങ്ങനെ ഒന്നും പറയാറില്ല എന്നോടും. ഞാനും അന്ന് ചെറുതാണ്, എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായമായിരുന്നിട്ടുണ്ടാവില്ല. അപ്പൊ അത് ചിന്തിച്ചിട്ടുണ്ടാവും ആളെൻ്റെ അടുത്ത് പറയാതിരുന്നത്. പിന്നെ വീട് വിട്ട് പോയതിനു ശേഷം എല്ലാം പറയാറുണ്ട്, എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. എന്നെ കാണാൻ വരാറുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്നെ സ്കൂളിൽ വരെ വന്ന് കണ്ടിട്ടുണ്ട് ആള്. ഇപ്പം ഫാമിലി ടാസ്ക് വന്നല്ലോ, വാപ്പയും ഉമ്മയും എന്താ വരാഞ്ഞ കൂടെ? ഷൈനാസിനെ മാത്രം വിട്ടേതാ? വാപ്പ പറഞ്ഞു, വാപ്പ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്ക് ഞാനും നാദ്രയുടെ ഞങ്ങൾ തമ്മിലുള്ളൊരു ബോണ്ട് എന്ന് പറയുന്നത് ഉമ്മയേക്കാളും വാപ്പയെക്കാളും ആൾക്ക് ഇഷ്ടം എന്നെയാണ്. എനിക്കും അതേപോലെ ഉമ്മയും വാപ്പയേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം ആളെയാണ്. അപ്പോൾ നീ തന്നെ പൊയ്ക്കോ, നീ തന്നെ പോകണം എന്ന് പറഞ്ഞത് വാപ്പ എന്നെയാണ്. വാപ്പ പറഞ്ഞിരുന്നു, നമ്മളെക്കാൾ കൂടുതൽ ഇഷ്ടം അവന് നീയല്ലേ, അപ്പം നീ തന്നെ പോകണം, നീ തന്നെ പോയിട്ട് സംസാരിക്കണം, നീ അവന് സപ്പോർട്ട് ചെയ്യണം, അവന് കുറച്ച് ധൈര്യമൊക്കെ പകർന്നു കൊടുക്കണം, നിനക്ക് അതിന് പറ്റൂന്നൊക്കെ വാപ്പ തന്നെയായിരുന്നു എന്നെ പുഷ് ചെയ്ത് വിട്ടത്. എങ്ങനെയാണ് വാപ്പ അങ്ങനത്തെ മെന്റൽ സ്റ്റേറ്റിലേക്ക് വന്നേന്ന് തോന്നുന്നേ? ഞങ്ങൾക്ക് ഇതേപോലെ കോള് വന്ന സമയത്ത്, ബിഗ് ബോസിൽ നിന്ന് കോൾ വന്ന സമയത്ത് എല്ലാവരുടെ ഫാമിലി പോകുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ വീട്ടിൽ സംസാരിച്ചു, എല്ലാവരുടെ ഫാമിലി പോകുമ്പോൾ നാദിറ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല വാപ്പാന്ന് ഞാൻ വാപ്പാനോട് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറെ സംസാരിച്ചു, വീട്ടിൽ സംസാരിച്ചിട്ടാണ് ലാസ്റ്റാണ് ഈ ഒരു തീരുമാനം എടുത്തത്, ഞാൻ പോകാമെന്നുള്ളത്. ആദ്യമേ വാപ്പായും ഉമ്മയും തന്നെയാണ് തോന്നുന്നു വിളിച്ചത്. ബിഗ് ബോസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് ടൈം തൊട്ടേ ഞങ്ങള് വേണ്ട, നോ അങ്ങനെയൊക്കെ ഉള്ള മറുപടി ആയിരുന്നു അവർക്ക് കൊടുത്തിരുന്നത്. ലാസ്റ്റ് ടൈമിലാണ് ഞാൻ പോകാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. വേറൊന്നും കണ്ടല്ല, എല്ലാവരുടെ ഫാമിലി പോകുമ്പോഴത്തേക്കും നാദിറ മാറി നിൽക്കണ്ട, നാദിറ ഒറ്റപ്പെട്ടു പോയോ, നാദിറയ്ക്ക് ആരുമില്ല എന്നൊരു തോന്നൽ വരണ്ടെന്ന് കരുതിയിട്ട് പോണം വാപ്പാനോട് ഞാൻ സംസാരിച്ചു, ഞാൻ പോവാം. അപ്പോൾ വാപ്പ പറഞ്ഞു, ഓക്കെ നീ തന്നെ പൊക്കോ, അവനും നീ പോകുന്നതായിരിക്കും സന്തോഷം, നിങ്ങൾ തമ്മിൽ അങ്ങനെയാണല്ലോ, നീ തന്നെ പൊയ്ക്കോ എന്നുള്ളത് വാപ്പ പറഞ്ഞു. അഖിൽമാരായിട്ടുള്ളൊരു കോംബോ എങ്ങനെയുണ്ട്? അവര് തമ്മിൽ ഫസ്റ്റ് ടൈം വന്നപ്പോ ഇത്ര അടുപ്പുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ അവര് അഖിലേട്ടനും നാദ്രയൊക്കെ നല്ലൊരു കോംബോ തന്നെയാണ്. പുറത്ത് ഇങ്ങനെ പറയുന്നതായാലും ശരി,
വന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ അവർ ഒരുപാട് അടുത്തു എന്ന് എനിക്ക് തോന്നുന്നു. ഗെയിമിലായാലും അല്ലെങ്കിൽ വേറെ എന്ത് കാര്യത്തിലായാലും അവർ കുറെ കൂടി അടുത്തു. ഒരു പക്ഷെ ചിലപ്പോൾ ആളുകളുടെ എണ്ണം കുറഞ്ഞു വന്നത് കൊണ്ടാകാം, എന്താ പറയാൻ പറ്റില്ല. ഫസ്റ്റ് ഉണ്ടായിരുന്ന അത്രയും പേരല്ലല്ലോ ഇപ്പൊ ഉള്ളത്, ഇപ്പൊ വെറും 8 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ആളുകൾ കുറഞ്ഞു വന്നത് കൊണ്ടായിരിക്കാം അവരിങ്ങനെ ഇത്ര അടുക്കാൻ കാരണം. ബിഗ് ബോസിനകത്ത് നാദറയ്ക്ക് ശേഷം ഇഷ്ടമായിരുന്നു? നാദറയ്ക്ക് ശേഷം എനിക്കിഷ്ടം അഖിലേട്ടനെയാണ്. ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജുനീസൊക്കെ എന്നോട് ഇതേപോലെ ചോദിച്ചു നാദറേനെ കൂടാതെ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അഖിലേട്ടനെയാണെന്ന് പറഞ്ഞു. അഖിലേട്ടനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞല്ലോ നാദറയ്ക്ക് ശേഷം, എന്താ കാരണം? അത് ഞാൻ പറഞ്ഞില്ലേ, അഖിലേട്ടന് സീരിയസ് ആവേണ്ട അടുത്ത് സീരിയസ് ആവാൻ അറിയാം, തമാശ പറയേണ്ട അടുത്ത് തമാശ പറയാനും അറിയാം. അഖിലേട്ടൻ ഒരു കാര്യമുണ്ടെങ്കിൽ അതിനെ തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അവിടെ സംസാരിച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു, തീരുന്നു. അല്ലാതെ മറ്റുള്ളവരെ പോലെ അതിനെ വീണ്ടും ചിന്തിച്ചിട്ട് അതെല്ലാവർക്കിടയിലും സംസാരമാക്കുന്ന ഒരാളായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ആ ഒരു സ്വഭാവം തന്നെയാണ് ഞാൻ ആളിൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടം. ഇപ്പോഴത്തെ ഒരു പോക്ക് വെച്ചിട്ട് കപ്പ് ആരടിക്കുന്ന തോന്നണം? ഇപ്പോഴത്തെ ഒരു പോക്ക് വെച്ചിട്ട് എനിക്ക് അഖിലേട്ടൻ തന്നെയാണ് ഞാനും പറയുന്നത്. ആളുടെ പുറത്തത്തെ സപ്പോർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ അഖിലേട്ടൻ തന്നെയായിരിക്കുമെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പൊ വേറെ കുറച്ച് നെഗറ്റീവ് കമന്റ്സ് ഒരുപാട് ഇപ്പം ഷഹനാസ് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ലൈക്ക് ഇപ്പോ ബിഗ് ബോസിൽ പോയിട്ട് വലിയൊരു നിലയിൽ എത്തിയത് കൊണ്ടാണ് നിങ്ങളിപ്പോ നാദറനെ തിരിച്ച് സ്വീകരിച്ചത് എന്നൊക്കെ. എങ്ങനെയാണ് വീട്ടുകാരും ഷഹനാസ് അതിനെ ഏറ്റെടുക്കുന്നത്? ഞാൻ എന്റെ ഭാഗത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഈ നെഗറ്റീവ് കമന്റ്സിനെ മൈൻഡ് ചെയ്യാത്ത ഒരാളാണ്. കാരണം നമ്മൾ എത്ര പറയരുത് എന്ന് പറഞ്ഞാലും ജനങ്ങളാണ്, അവര് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനെ മൈൻഡ് കൊള്ളാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ജസ്റ്റ് സ്കിപ്പ് അടിച്ച് പോവാം, അത്രേ ഉള്ളൂ. പിന്നെ വീട്ടിൽ പേരൻസ് ആകുമ്പോഴത്തേക്കും ഞാൻ ചിന്തിക്കുന്ന ചിന്തയായിരിക്കില്ല അവർക്കുണ്ടാവുക. അവര് ചിലപ്പോൾ ചില കമന്റ്സ് ഒക്കെ കാണുമ്പോഴത്തേക്കും തളർന്നു പോകാം. പക്ഷെ ഒരിക്കലും നാദറ ഇന്ന് ഇങ്ങനൊരു സിറ്റുവേഷനിൽ, ഇങ്ങനൊരു ബിഗ് ബോസ് ഹൗസിൽ എത്തിയത് കൊണ്ട് മാത്രമല്ല നാദറയെ നമ്മൾ ചേർത്ത് പിടിക്കുന്നതും അല്ലെങ്കിൽ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്യുന്നതൊന്നും നാദറ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയത് കൊണ്ട് മാത്രമല്ല. എൻ്റെ ഉമ്മ ആണെങ്കിൽ നാദറ ഇവിടെ നിന്ന് പോയതിനു ശേഷം കരയാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല. എൻ്റെ ഉമ്മ ആയാലും വാപ്പയായാലും. വാപ്പ നാദറ ഫസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആള് പൊട്ടിക്കരഞ്ഞൊരു നിമിഷം എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ മുൻപിൽ വിളിച്ച് കരഞ്ഞിട്ടുണ്ട് ആൾ. അപ്പോൾ ഒത്തിരി വേദനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഉമ്മയായാലും വാപ്പയായാലും എത്ര പറഞ്ഞാലും ഇത്ര നാളും ഉണ്ടായിട്ട് ഇത്രയും വർഷം ആളില്ലാതിരിക്കുക എന്നുള്ളത് എങ്ങനെ പറഞ്ഞാലും മോന് തന്നെയാണ്. മോനിൽ നിന്ന് മുകളിലേക്ക് ആയാലും ശരി അവരുടെ ചോരയാണ്. അപ്പോൾ അവർക്ക് വിഷമങ്ങൾ ഉണ്ടാവും. ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് വീട്ടിലേക്ക് വിളിക്കണം, ഒന്നാക്കണം, ചേർത്ത് നിർത്തണം എന്നുള്ള ചിന്ത അവർക്കുണ്ടായിട്ടുണ്ടാവാം. അത് ഇച്ചിരി താമസിച്ചു പോയോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇച്ചിരി താമസിച്ചു പോയിട്ടുണ്ടാവാം. നാദർ തന്നെ ബിഗ് ബോസിൽ പറയുന്നുണ്ട്, ബിഗ് ബോസ് ട്രോഫിയെക്കാട്ടിലും ഇപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് തിരിച്ച് ഈ വീട്ടിലേക്ക് വരാൻ പറ്റും എന്നുള്ളതാണ്. ശരിക്കും എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നല്ലേ? അതെ, ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എങ്ങനെയായിരിക്കും നജീബിന്റെ നാദറയായതിനു ശേഷമുള്ള ഒരു തിരിച്ചുവരവ് ഈ വീട്ടിലേക്ക്? അത് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. അത് കണ്ടെന്നെ അറിയണം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം ഉമ്മായും വാപ്പായൊക്കെ എന്താ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാ അവരുടെ? എൻ്റെ വാപ്പ പോലും ഇപ്പോൾ ഒരു ദിവസം പോലും മുടങ്ങാണ്ട് ബിഗ് ബോസ് കാണാം. എൻ്റെ വാപ്പ ബിഗ് ബോസ് കാണാത്ത ഒരാളാണ്. ഇപ്പോൾ നാട്ടിലുള്ളത് കൊണ്ട് ഒരു ദിവസം പോലും മുടങ്ങാണ്ടാണ് ആള് ബിഗ് ബോസ് കാണുന്നത്. എന്നും ചോദിക്കും ഇന്ന് എന്തായി എന്നൊക്കെ വന്ന് ചോദിക്കും. അപ്പോൾ അത്രയും മാറ്റമൊക്കെ ഉണ്ടായിട്ട് ആള് പണ്ടത്തെ പോലെയൊന്നും അല്ല. പണ്ട് വാപ്പായും മോനും ഒത്തിരി അടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വന്നിട്ട് ആദ്യം ചോദിക്കുന്നതും ഇന്ന് എന്തായി, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ആദ്യം വാപ്പ വന്നിട്ട് ചോദിക്കുന്നത്. ഇപ്പോ നാദിറയാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ആയിട്ട് എന്തോ കോളേജിൽ എന്തോ ഇലക്ഷൻ എന്തോ നിൽക്കും, അങ്ങനെ എന്തോ ചെയ്തല്ലേ? എങ്ങനെയായിരുന്നു നാദിറയുടെ ഒരു കോളേജ് ലൈഫ് എങ്ങനെയായിരുന്നു? കോളേജ് ലൈഫ് ഞാൻ നാദറ ഡിഗ്രി പഠിക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നത്. 18 വയസ്സുള്ളപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് പോയ ആ ഒരു സമയമായതുകൊണ്ട് കോളേജ് ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ ഓർമ്മയില്ല. കാരണം ആ ഒരു സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും പ്രശ്നങ്ങൾ തുടങ്ങുന്നതും ഒക്കെ ആ ഒരു സമയത്താണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ആൾ ഇതുവരെ തളർന്നൊന്നും പോയിട്ടില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഫാമിലി ഇല്ല, ഉമ്മയില്ല, ഉപ്പയില്ല, അനിയത്തിയില്ല എന്ന് ചിന്തിച്ച ആൾ തളർന്നു പോയിട്ടില്ല. ചിലപ്പം വിഷമം ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കില്ലല്ലോ, വിഷമം ഉണ്ടാവും. എങ്കിലും ആള് തളർന്നു പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നി വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ടെങ്കിലും. ഇപ്പോ വേറൊരു കമ്മ്യൂണിറ്റി, ഇപ്പൊ അവരങ്ങനെയാണല്ലോ, ഇപ്പം ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവരൊരു ഫാമിലി പോലെയാണ് നിൽക്കുന്നത്. അവരുമായിട്ടൊക്കെ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഷഹനാസിന്?
എനിക്ക് 2-3 പേരായിട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ട്. എങ്ങനെയാണ് എന്താ തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ ലൈഫിനെ പറ്റിയിട്ട് എന്താ തോന്നുക? ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, ഇതേപോലെ നമ്മളിൽ ഒരാൾ തന്നെയാണ് അവരും. നാദ്ര എനിക്ക് എങ്ങനെയാണോ അതേപോലെ തന്നെയാണോ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ഓരോരുത്തരും എനിക്ക് നാദ്ര എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് എനിക്ക്. ഇതുവരെ എനിക്ക് ഇങ്ങനെ ആയതുകൊണ്ട് മാറ്റി നിർത്താൻ ഞാൻ മനസ്സിൽ പോലും വന്നിട്ടില്ല. നമ്മളിൽ ഒരാൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണോ അവരെയും ചേർത്ത് നിർത്താം, അത്രേ ഉള്ളൂ. മാറ്റി നിർത്തേണ്ട ആളുകളല്ലല്ലോ അവരും. അതെ, പക്ഷെ ഈ പറയുന്ന പോലെ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഫാമിലിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണ ചേഞ്ച് വരുത്തേണ്ടതല്ലേ? അതെ അതെ, ഒരിക്കലും ഇങ്ങനെ ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിടാതെ, ഇങ്ങനെ ആയെങ്കിലും കുഴപ്പമില്ല. ഓരോരുത്തരും ഇഷ്ടമാണ് അവരെന്താവുക, ഇങ്ങനെ ജീവിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് എന്തിനാ വെറുതെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തൊക്കെ വിടുന്നത്? അവർ ചേർത്ത് നിർത്തുക. വീട്ടിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അവർക്ക് വേണ്ടത് പാരൻസിൽ നിന്നാണ്, ഫാമിലിയിൽ നിന്നാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത്. അപ്പോൾ അവർ തന്നെ ഇങ്ങനെ മാറ്റി നിർത്തിയാൽ പുറത്ത് അവർക്ക് ജീവിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും ഒബ്വിയസ്ലി. അപ്പൊ വീട്ടിലുള്ളവർ തന്നെ ചേർത്ത് നിർത്തുക. എന്തിനാണ് വെറുതെ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുക? അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ നാദ്രയുടെ കേസ് വന്നാലും ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചിരുന്നത്. ഇനിയുള്ള ട്രാൻസ് കമ്മ്യൂണിറ്റിക്കും ഫാമിലിക്കും ഇതൊരു തുടക്കമായി മാറട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ബിഗ് ബോസിൽ ടിക്കറ്റ് ടു ഫിനാലെ വിൻ ചെയ്ത് മുന്നേക്ക് പോയിരിക്കുന്നത് നാദ്രയാണ്. ആ ഒരു മൊമെന്റ് എങ്ങനെയാണ് കണ്ടത്? എവിക്റ്റ് ആയി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളും കാണുമ്പോഴത്തേക്കും, ഞങ്ങൾ എപ്പിസോഡ് കാണുമ്പോഴത്തേക്കും അയ്യോ പുറത്തായോ എന്നുള്ളൊരു തോട്ട് തന്നെയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. എന്നിട്ട് ഇങ്ങനെ പുറത്തിങ്ങനെ പോകുമ്പോഴും നമ്മൾ നോക്കുന്ന പുറത്ത് തന്നെ ആയിട്ടുണ്ടാവും ആള്. ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്, അതൊക്കെ ഒരു ഭാഗത്തിൽ കാണിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ നടന്നു പോകുന്നു, നേരെ ആ ഒരു ഡോറ് തുറക്കുന്നു, അങ്ങനെ ടിക്കറ്റ് ടു ഫിനാലെ വിന്നർ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി, ഒരുപാട് സന്തോഷം തോന്നി. കാരണം അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരാഴ്ച. എനിക്ക് ആൾ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് ഉള്ളതുപോലെ എനിക്ക് അറിയില്ല. അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് കിട്ടിയത് തന്നെയാണ്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോ പുറത്ത് ഏറ്റവും കൂടുതൽ വൈറലാവുന്നത് നാദ്രയുടെ തഗ്ഗാണ്. കാണാറുണ്ടോ വീഡിയോസ്? കാണാറുണ്ട്. ഞങ്ങൾ അതിനകത്ത് പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആളിന്റെ തഗ് പുറത്ത് ഭയങ്കര വൈറലാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തന്നെയാണോ നാദ്ര ശരിക്കും? ഭയങ്കര ആളിങ്ങനെ തന്നെയാണ്, ഭയങ്കര കോമഡി. ആളുടെ ക്യാരക്ടർ ഇങ്ങനെ തന്നെയാണ്. മറ്റേ പാട്ട് കേട്ടായിരുന്നു കടല? അതൊക്കെ കേട്ടായിരുന്നു, അടിപൊളിയായിരുന്നു. നാദറയ്ക്ക് എന്നായിരുന്നു അന്ന്? നാദറയാണെന്ന് തോന്നുന്നല്ലേ വിൻ ചെയ്തത് ആ ഒരു ടാസ്ക്? ആരാണ് ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്നത്? അതെ, നാദറ തന്നെയായിരുന്നു തോന്നുന്നു. ഇപ്പൊ എങ്ങനെയാണോ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് ആള്, അതേപോലെ തന്നെയാണ് പുറത്തും. ഇനി അകത്ത് കയറിയിട്ട് കുറച്ചും കൂടി തഗ് കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയമേ ഉള്ളൂ. ഒറിജിനൽ ആണ്. ഇങ്ങനെ തന്നെയാണ് ആള് പുറത്തും. ഇപ്പോ ഭയങ്കര വലിയൊരു ചേഞ്ച് ആണ് ഇപ്പൊ ബിഗ് ബോസ് ത്രൂ നടന്നിരിക്കുന്നത്. നാദ്രയ്ക്കാണ് ഏറ്റവും കൂടുതൽ ലക്കി ആയിരിക്കുന്നത് നാദ്രയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും എന്താ പറയാ, ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് പോയി എന്ന് വെച്ചിട്ട് അവഗണിക്കപ്പെടുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ ഈ ഒരു ഇപ്പം ഷഹനാസ് തിരിച്ച് ആ വീട്ടിലേക്ക് പോകുന്നതിലൂടെ ഭയങ്കര വലിയ ചേഞ്ച് ആണ് സൊസൈറ്റിയിൽ. ആ ഒരു ഭയങ്കര ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താ തോന്നുന്നത് ഷഹനാസിനെ ഇത് കാണുമ്പോൾ? എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ പുരുഷൻ, സ്ത്രീ, ട്രാൻസ്ജെൻഡർ, നമ്മൾ പുരുഷൻ എങ്ങനെ കാണുന്നു, സ്ത്രീകളെ എങ്ങനെ കാണുന്നു, അതേപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനും കാണാൻ പഠിക്കണം. നമ്മൾ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്നത് പോലെ അവരെയും ചേർത്ത് പിടിക്കണം. നമ്മളിൽ ഒരാൾ തന്നെയാണ് അവരും. അല്ലാണ്ട് അവരെ മാറ്റി നിർത്തുക എന്നുള്ളത് എനിക്കതിനോട് തീരെ യോജിപ്പില്ല. കാരണം ഒരിക്കലും നാദ്ര ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറയുന്നതല്ല. ഇപ്പോൾ പുരുഷനായാലും സ്ത്രീയായാലും ട്രാൻസ് ആയാലും ശരി, അവരെല്ലാം നമ്മൾ ഒരേപോലെ കാണുക, എല്ലാവരും ഒരേപോലെ ചേർന്ന്. അവരെന്തിനാണ് അകറ്റി നിർത്തുന്നത്? അതിന്റെ ആവശ്യമില്ല. അകറ്റി നിർത്തുന്നവരുണ്ടാകാം. ഇനി അങ്ങോട്ടുള്ള തലമുറകൾക്ക് ഇതാവട്ടെ, അവര് നമ്മൾ ചേർത്ത് നിർത്തണം. നമ്മളിൽ ഒരാളായിട്ട് തന്നെ അവരെയും കൂട്ടാക്കണം. ഇപ്പോ ഈ ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ, അത് ഷഹനാസ് ത്രൂ ആണെങ്കിലും നിങ്ങളുടെ ഒരു ഫാമിലി ത്രൂ ആണെങ്കിലും ഇപ്പോ ഒരുപാട് ആളുകളുടെ മാനസികമായിട്ടുള്ള ഒരു ധാരണകൾ മാറ്റിയിട്ടുണ്ട്. ഷഹനാസിന് അങ്ങനെ ഒരു ഇമ്പാക്ട് കൊണ്ടുവന്നു, ഞാൻ ത്രൂ കൂടെ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളതിലൊരു അഭിമാനം തോന്നിയിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അത്രയും പേരും ഇത്രയും നാൾ ബിഗ് ബോസ് ഹൗസ് TV-യിൽ മാത്രം കണ്ടിട്ട് അതിനുള്ളിൽ പോവുക, അവിടെയുള്ള ആളുകളെ കാണുക, അവിടെയുള്ള ഓരോ കണ്ടസ്റ്റൻ്റായിട്ട് പരിചയപ്പെടാന്നുള്ളത് ഒറ്റ ഒരാൾ കാരണം തന്നെയാണ്, നാദ്ര കാരണം തന്നെയാണ്
ഞാൻ പോകാൻ കാരണം നാദ്രയുടെ സഹോദരി ആയതുകൊണ്ട് തന്നെയാണ്. തീർച്ചയായും ഞാൻ അവിടെ എത്താനും സംസാരിക്കാനും അവിടെ ഉള്ള ഓരോരുത്തരെയും കാണാനും ഉള്ള ഒരു ഭാഗ്യം കിട്ടിയത്. അതിൽ ഉറപ്പായും എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് നാദ്രന്റെ പേരിൽ ഞാൻ പോയതിൽ. ഈ ഷഹനാസ് പറഞ്ഞല്ലോ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു, അതുപോലെ തന്നെ ബിഗ് ബോസിലേക്കുള്ള ഒരു എൻട്രി അതൊരു ഭയങ്കര ടെൻഷൻ ആയിരുന്നു. അപ്പം എങ്ങനെയാണ് ശരിക്കും നാദ്രയ്ക്കാണെങ്കിൽ ഫസ്റ്റ് വന്ന് കണ്ടിട്ട് മനസ്സിലായി പോലും ഇല്ല, പിന്നെ കുറെ നേരം നിന്നിട്ട് ഇതെന്റെ അനിയത്തിയാണോ ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അടുത്ത് തന്നെ വന്ന് നിന്നു. ആ ഒരു മൊമെന്റ് ഒക്കെ എങ്ങനെയാണ് ഷഹനാസ് ഇപ്പോൾ റീകളക്ട് ചെയ്യുന്നത്? ഞാന് ആക്ച്വലി അവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ ശ്രുതി ചേച്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ആൾക്കെൻ്റെ ഏത് ഭാഗം കണ്ടാലും പെട്ടെന്ന് മനസ്സിലാകും, എൻ്റെ കൈയായാലും കാലായാലും എന്ത് ഭാഗം കണ്ടാലും പെട്ടെന്ന് മനസ്സിലാകും. ഞാൻ ഫുള്ളും കവേർഡാണ്, എൻ്റെ ഐസ് മാത്രമേ പുറത്ത് കാണുന്നുള്ളൂ. ഞാൻ സ്പെക്സ് വയ്ക്കുന്ന ഒരാളാണ്. അപ്പം അതുപോലും എൻ്റെ കയ്യിലായിരിക്കുന്നത്, ഗുട്ടീൻ്റെ അകത്തായിട്ടേക്കണേ. അപ്പം അതുപോലും കാണുന്നില്ല. അപ്പം കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പം കണ്ണ് കണ്ടാലും എന്നെ മനസ്സിലാക്കും എന്ന് ചേച്ചിനോട് ഞാൻ പറയുന്നുണ്ടായിരുന്നു. എങ്കിലും നാദ്ര ചിന്തിക്കുമ്പോൾ വാപ്പ ഇത്രയും ദൂരം വിടില്ല എന്നുള്ളൊരു തോട്ടും ആൾക്കുണ്ടായിരുന്നു. ഇത്രയും ദൂരത്തിൽ വിടില്ല എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വരുന്നു, ആളുടെ അടുത്ത് തന്നെയാണ് ഞാൻ നിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഐസ് ടു ഐസ് നോക്കിയായിരുന്നു. ആ ഒരു നോട്ടത്തിൽ തന്നെ ആൾ അവിടെ സ്റ്റക്കായി. പിന്നെ അവിടെ നിന്ന് മാറിയിട്ടില്ല. പിന്നെ നോക്കുന്നു എൻ്റെ അനിയത്തിയാണോ എന്നുള്ള ഒരു ഇതിലായിരുന്നു. ലാസ്റ്റ് കണ്ടുപിടിച്ചു. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ആൾ കണ്ടുപിടിക്കും എന്നുള്ളത്. എൻ്റെ ഐസ് ആയാലും ശരി ആൾ കണ്ടുപിടിക്കും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ നാദ്ര ഭയങ്കര എന്താ പറയുക ഞെട്ടി നിൽക്കുന്ന ഒരു, എന്നോട് ഒരുപാട് വട്ടം അതിൽ ചോദിക്കുന്നുണ്ടായിരുന്നു, നിന്നെ വാപ്പ വിട്ടോന്ന്. എന്നെ വാപ്പ അങ്ങനെ ദൂരത്തൊന്നും വിടുന്ന ആളല്ല. അത് നാദ്രയ്ക്ക് നന്നായിട്ട് അറിയാം. ഈ കോളേജിലായാൽ പോലും കൊണ്ടാക്കുന്നു, വിളിക്കാൻ വരുന്നു, അങ്ങനെയാണ്. അപ്പോൾ ഇത്രയും ദൂരം മുംബൈയിലേക്ക് വിടാന്നുള്ളത് ഒരിക്കലും ആൾ ചിന്തിക്കുമ്പോഴത്തേക്കും വിടില്ല എന്നുള്ളൊരു ഒരു ഉറപ്പുണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് വട്ടം എന്നോട് ചോദിച്ചു, വാപ്പ എണ്ണ കൊണ്ടുവിട്ടേ, വാപ്പ എങ്ങനെ സമ്മതിച്ചു, വാപ്പ എങ്ങനെ വിട്ടു എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ എനിക്ക് അന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചത് വാപ്പ വിട്ടോ എന്നുള്ളത് തന്നെയായിരുന്നു. വീണ്ടും വാപ്പാനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. വാപ്പ വിട്ടോ, എങ്ങനെ നീ വന്നു, ഒറ്റയ്ക്കാണോ എന്നൊക്കെ ഒരുപാട് ചോദിച്ചു. ഇപ്പം നാദ്രയുടെ അനിയത്തിയാണെന്ന് പറയാനായിട്ട് ഭയങ്കര പ്രൗഡാണെന്ന് ഉറപ്പായി. ഷഹനാസ് എന്നൊരു വ്യക്തി ഇവിടെയൊക്കെ ജീവിക്കുന്നുണ്ട് എന്ന് എന്നെ അറിയുന്നവർക്ക് മാത്രമേ അറിയൂ, ഇന്ന ആളുണ്ട് എന്നുള്ളത്. പക്ഷെ ഇന്ന് അതിനേക്കാൾ കൂടുതൽ ആളുകൾ അറിയുന്നുണ്ടെങ്കിൽ ഉറപ്പായും നാദ്രയുടെ അനിയത്തി ആയതുകൊണ്ടും ഞാൻ ഇന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് പോയത് കൊണ്ടും തന്നെയാണ്. ഇന്ന് ഇവരെ അറിയാത്തവരെല്ലാവരും എന്നെ ഇന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നാദ്ര കാരണം തന്നെയാണ്. ഫ്രണ്ട്സ് ഒക്കെ എന്താ പറഞ്ഞത്? ഇപ്പം കോളേജിൽ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ എന്താ പറഞ്ഞ ഫ്രണ്ട്സ് ഒക്കെ? അവരൊക്കെ പറഞ്ഞു അടിപൊളിയായിരുന്നു, നന്നായിട്ട് സംസാരിച്ചു. എൻ്റെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ടൈം ആയിരുന്നു എങ്ങനെ പോകുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അപ്പോൾ ഞാൻ ഇച്ചിരി പേടിയായിരുന്നു. ഞാൻ പറയുന്നുണ്ടായിരുന്നു ഫ്രണ്ട്സിനോട്, ഞാൻ എന്തൊക്കെയോ സംസാരിച്ചു, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല എന്ന് ഫ്രണ്ട്സിനോടും വീട്ടിലൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അത് കണ്ടിട്ട് ഫ്രണ്ട്സ് വിളിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജും വിളിച്ചിട്ടൊക്കെ പറഞ്ഞു, നന്നായിട്ട് സംസാരിച്ചു, നന്നായിരുന്നു നീ പോയെന്നത്, ഒരുപാട് കമന്റ്സ് ഒക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. നാദ്ര കഴിഞ്ഞ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാ? പാരൻസിനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം നാദ്രേനാണ്. നാദ്ര കഴിഞ്ഞാൽ പിന്നെ ഒബ്വിയസ്ലി ഉമ്മ, ഉപ്പ, ഫാമിലി, ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഓഡിയൻസ് ആണെങ്കിലും ബിഗ് ബോസ്, എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനകത്ത് ലാലേട്ടൻ ഉൾപ്പെടെ എല്ലാവരും ഇപ്പൊ നാദ്ര ഇവിടെ വന്ന് നിങ്ങളുടെ കൂടെ റീജോയിൻ ചെയ്യുന്ന ഒരു മൊമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. നിങ്ങൾ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് അടിപൊളി സിസ്റ്റേഴ്സ് ആയിട്ട് മുമ്പോട്ട് പോട്ടെ. ഈ ബോണ്ട് എപ്പോഴും നിലനിൽക്കട്ടെ. താങ്ക് യു സോ മച്ച് ഡാ. താങ്ക് യു.